പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെന്ന യുവതിയുടെ പരാതിയിൽ ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തു. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കോഴിക്കോട് ചേവായൂർ പോലീസിന് കൈമാറി. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പണം തട്ടിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സജോ ദേവസ്വയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരാതി അല്ലെങ്കിൽ ആരോപണം നേരിട്ടിട്ടുള്ള ആളാണ് ഷിയാസ്. ഇതിലിപ്പോൾ 65 ലക്ഷം തട്ടി എന്നാണ് യുവതിയുടെ പരാതി. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു. ജിമ്മ് നവീകരിക്കാനായി പണം വാങ്ങുകയാണ് ചെയ്തത്. തുടർന്ന് ജിമ്മിൽ പാർട്ട്ണർഷിപ്പ് നൽകാമെന്ന് വിശ്വസിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു. പല സമയങ്ങളിലായി 65 ലക്ഷം രൂപ ഇങ്ങനെ തട്ടിയെടുത്തു. അവസാനം ഈ വഞ്ചന വൈകിയാണ് തിരിച്ചറിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയും തുടർന്ന് കോഴിക്കോട് ചേവായൂർ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്മേൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. യുവതിയും പരാതിക്കൊപ്പം ഈ അക്കൗണ്ട് വിവരങ്ങൾ, അതായത് പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത്, അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സംസാരിച്ച വിവിധ ചാറ്റ് റെക്കോർഡുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങനെ ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം അങ്ങനെ വിവിധങ്ങളായ ഈ പണം കൈമാറിയതിനും ഒപ്പം പിന്നീട് ആശയവിനിമയം നടത്തിയത് വാട്സപ്പ് ചാറ്റ്, ഇൻസ്റ്റഗ്രാം ചാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങളും ഈ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അതായത് തെളിവുകളുണ്ട് എന്ന് പരാതിക്കാരി കൃത്യമായി പറയുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. പ്രവാസി യുവതിയാണ് ഈ പരാതിക്കാരി. അവരൊരു പ്രവാസ ലോകത്ത് ബിസിനസ് കൂടിയും ചെയ്യുന്ന ആളാണ്. അവർ ഷിയാസ് കരീം നാളുകളായി നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിഗ് ബോസ് താരമാണ്, മോഡലാണ്, ടെലിവിഷൻ ഷോകളിലൊക്കെ സജീവമാണ്. ഈ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി സൗഹൃദം സ്ഥാപിക്കുകയും പ്രണയം നടിക്കുകയും സജോ ദേവസ്വയാണ് വിശദാംശങ്ങൾ നൽകിയത്.